ഹായ്. രാവിലെ ടെറസയിൽ ഗ്രോ ബാഗിലും ചാക്കിലുമൊക്കെ മണ്ണ് നിറച്ച് അതൊരു അറേഞ്ച് ചെയ്തു. കുറച്ച് ദിവസമായിട്ട് ഇതായിരുന്നു പരിപാടി. നമുക്ക് ഞാനത് കാണിച്ചു തരാവേ. കണ്ട, ഇതാണ് ഞാൻ ഈ മണ്ണിനകത്ത് ചേർത്ത് കൊടുത്തത്. കണ്ട, ഇതിൻ്റെ ഒരു 4 പാക്കറ്റ് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഇത്രയും മണ്ണിൽ ഞാൻ മഞ്ഞൾ വിളവെടുത്തിട്ടുള്ള മണ്ണാണിത്. ആ മണ്ണിനകത്താണ് ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് കുറച്ച് ദിവസം ഒരു രണ്ടാഴ്ചയായി. ഇനി ഞാൻ അത് കുറേച്ച് എൻ്റെ ഗ്രോ ബാഗുകളിൽ വാരി വെക്കാൻ പോകണം. ആദ്യം ഞാൻ കരിയില ഇട്ട് എന്നിട്ടാണ് വാരി വെക്കുന്നത് കേട്ടോ. കാണിച്ചു തരാവേ നിങ്ങൾക്ക്. കണ്ടോ, ഞാൻ ഈ നമ്മുടെ ഗ്രോ ബാഗുകളിൽ ഇവിടെ മഞ്ഞളിൻ്റെ തന്നെ ഇലകളുണ്ടായിരുന്നു. പിന്നെ ടെറസിൽ അടിച്ച് വാരിയപ്പോഴത്തേനൊക്കെ ഇലകൾ ഉള്ളത് ഞാൻ ചാക്കുകളിൽ വാരി വെക്കും. എന്നിട്ട് അതാണ് ഞാനിതിന് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് അടിയിലിട്ട് കൊടുക്കാനായിട്ട്. കണ്ടോ, ഇതിനൊരു ഗ്രോ ബാഗിന് ഒരു അരഭാഗം ഞാൻ കരിയിലിടും. ടെറസിലല്ലേ വെക്കുന്നത്, അപ്പം ചൂട് വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഞാൻ ഇതേപോണം ടെറസിൽ നിന്ന് അടിച്ച് വരുമ്പോഴൊക്കെ ഇതേപോണം വലിയ ചാക്കുകളിലാക്കി വെച്ചേക്കും. ടെറസിൽ തന്നെ വെച്ചേക്കും. അപ്പോൾ അത് എനിക്ക് കൃഷി ചെയ്യുന്ന അവസരത്തിൽ ഞാനതെടുക്കും. ഓക്കെ. ഇനി ഇതിനകത്ത് മണ്ണ് നിറയ്ക്കാം. മണ്ണ് നിറച്ചിട്ട് കാണിച്ചു തരാവേ. കണ്ടോ, ഇത് ഞാൻ കഴിഞ്ഞ വർഷം നട്ട കവറാണ്. അപ്പോൾ ചില കവറുകളൊക്കെ കീറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 കവറിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വർഷം കൂടെ കൃഷി ചെയ്യാൻ വിചാരിച്ചത്. കണ്ടോ, മണ്ണ് നിറച്ചിരിക്കുന്നത്. ഗ്രോ ബാഗിൽ പാത്രം മണ്ണാണ് ഞാൻ നിറച്ചിരിക്കുന്നത്. അടിയിൽ കരിയില്ല, അത് ഞാൻ പറഞ്ഞില്ല. രാവിലെ 7:30 രാവിലെ ഒന്നും നടന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച ടെറസിൽ ഞാൻ മണ്ണ് ഒരുക്കിയിട്ടിട്ടുണ്ട്. മണ്ണ് ഒരുക്കിയിട്ടത് ചാക്കിൽ നിറയ്ക്കാനാണ്. ടെറസിൽ ഈ വർഷം ചാക്കിൽ നിറയ്ക്കുവാണേ. കുറച്ച് ചാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ചാക്കിൽ എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്നാണ് ഞാൻ മഞ്ഞൾ കൃഷി വിളവെടുത്തപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നില്ലേ. അതെങ്ങനെയാണ് ഞാൻ ടെറസിൽ നടുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ചാക്കിലാണ് നടുന്നത്. കുറച്ച് ചാക്കിലുണ്ട്, കുറച്ച് ഗ്രോ ബാഗിലുണ്ട്. അത് ചാക്കിൽ നടുന്നതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. കണ്ടോ, ചാക്ക് ഇതാണ്, വലിയ ചാക്കാണ്. ഈ ചാക്കിനകത്ത് ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതിനെ കുറച്ച് കരിയിലാണ്. കരിയില ഞാൻ ഇവിടെ അടിച്ചു വാരിയത് വാരി വെച്ചിരിക്കുവാണ്. ടെറസിൽ കയറുമ്പോൾ ഞാൻ ഈ ചാക്കിനകത്തോട്ട് ഞാൻ അടിച്ചു വരുന്ന കരിയില വാരി ഇട്ടേക്കും. കുറച്ച് മടക്കട്ടെ. കണ്ടോ, ആ ചാക്കിനെ ഞാൻ ഇതേപോലെ മടക്കും. കണ്ടോ, അതിനെ മടക്കി നേരെ പകുതിയായിട്ടാണ്. ഇത്രയും കരിയില്ല മതി. കണ്ടോ, ഞാനിത് മണ്ണ് ഒരുക്കിയിട്ടിരിക്കുകയാണ്. മണ്ണിൽ കുമ്മായം ഇട്ട് വെള്ളം ഒഴിച്ച് 2 ആഴ്ചയായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിട്ട് ഇളക്കി കൊടുക്കും. ഇതിനകത്ത് ഇപ്പം ഞാൻ വളമൊന്നും ചെയ്യുന്നില്ല. മണ്ണ് ഒരുക്കി ഇങ്ങനെ ഇട്ടതിന് ശേഷം മണ്ണിന് ഈ ഇഞ്ചിയും പിന്നെ മഞ്ഞളും ഒക്കെ നടുന്ന സമയമാകുമ്പോൾ മാത്രമേ അതെടുത്ത് നടത്തുള്ളൂ. അപ്പോഴും ഞാൻ കുറച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് വളവും കൂടെ ഇട്ടിട്ട്, അതായത് ചാണകപ്പൊടി കുറച്ച് മണ്ണും കൂടെ ഇട്ട് ഇളക്കും. എന്നിട്ട് ഇളക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മുടെ വിത്ത് നടുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനിതിനകത്ത് മണ്ണ് കോരി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ചാക്കിനകത്ത് കണ്ടോ, ഇതേപോണം. ഇതിന് ഞാനൊരു ഒരുപാട് മണ്ണ് നിറയ്ക്കത്തില്ല. ഇതിനൊരു കാൽഭാഗമല്ല, കുറച്ചും കൂടെ. അപ്പോൾ ഇത് വലിയ ചാക്കൊക്കെ ആണെങ്കിലേ നമുക്ക് തൈ കുറച്ച് അധികത്തിൽ നടാം. അധികത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 3-4 തൈ നടാം. ഇത്രയും മണ്ണ് മതി. ഇതിനെ ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുക. ബാക്കി ചാക്കുകളിൽ ഞാൻ നിറച്ച്. കണ്ടോ, ഇത് ചാക്ക് ഞാൻ ഒരു കടയിൽ നിന്ന് സംഘടിപ്പിച്ച് കുറച്ച് ചാക്ക് കിട്ടി. അപ്പം ചാക്കിനകത്ത് കണ്ടോ മണ്ണ് നിറച്ച് അടിയിൽ കരിയില ഇട്ട് നിറച്ചിരിക്കുകയാണ്. ഇത് സിമെൻറ്റ് ചാക്കുകളും ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ ഗ്രോ ബാഗുകൾ. ഇത് കഴിഞ്ഞ വർഷം മേടിച്ച ഗ്രോ ബാഗ്. പ്രാവശ്യം വിളവെടുത്തപ്പോഴത്തേനും താമസിച്ചു പോയി. അപ്പോൾ ആ കവർ കുറേ കവറുകളൊക്കെ പന്നലായി. പിന്നെ ഞാൻ 2 കവറൊക്കെ വെച്ച് ഇട്ടിരിക്കുന്നതാണ്. ഈ വർഷം കൂടെ അങ്ങ് പോട്ടെന്ന് വിചാരിച്ചു. കണ്ടോ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഞാനിതിൻ്റെ അടിയിലേ കണ്ടോ പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇതിലുണ്ട് പ്ലാസ്റ്റിക്.
പ്ലാസ്റ്റിക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഇട്ടാണ് ഈ പ്രാവശ്യം നട്ടിരിക്കുന്നത്. ഈ മണ്ണിനകത്തോട്ടധികം ചൂട് കിട്ടത്തില്ല, കാരണം അടി നമ്മൾ കരിയിലല്ലേ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനി നടാന്തരം കാണിച്ചു തരാവേ. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബായ്.